എണ്ണയിൽ കിടന്ന് കടുകയും ഉലുവയും പൊട്ടിക്കഴിയുമ്പോഴത്തേന് 2 സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് വഴണ്ട് കിട്ടിക്കോളും. നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് വഴന്ന് വന്നിരിക്കും. അതിനുശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് പിന്നെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു 1-2-3 മിനിറ്റ് എടുക്കും കേട്ടോ അതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട്. സിമ്മിലിട്ടിട്ട് വേണം ഒന്ന് വഴന്നെടുക്കാനായിട്ട്. അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സൈഡിലിരുന്ന് ഇഡ്ഡലി ആവുന്നുണ്ട് കേട്ടോ. രാവിലത്തേക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. 1 മിനിറ്റ് നേരം അത് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം 4 മുട്ട പുഴുങ്ങിയത് 2 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി